പിച്ചളയെ കുറ്റക്കാരനായി കണ്ടതിൽ സീത മനസ്സജനോട് മാപ്പ് ചോദിക്കുന്നു. പച്ചക്കറി കട തുടങ്ങുന്നതിനായി രവി പണം നൽകി സഹായിക്കുന്നു. പണം നഷ്ടപ്പെട്ടതിൽ പോലീസിന് പിച്ചളയെ സംശയം. പണം തട്ടിയെടുത്ത വിനായകൻ തിരികെ മനസ്സജനെ ഏൽപ്പിക്കുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടുന്നതോടെ മനസ്സജന്റെ മുന്നിൽ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ ഉയരുന്നു. തുടർന്ന് കാണുക. ഈ പണം തിരികെ കിട്ടുന്നതിൽ വയലോരം വീട്ടിലെ എല്ലാവരും സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ ഇത് വിനായകനിൽ നിന്നാണ് തിരികെ കിട്ടിയെന്ന് അറിയുമ്പം ആരാ വിനായകൻ, എന്തിനാണ് വിനായകൻ അങ്ങനെ ചെയ്തത് എന്നുള്ള 100 ചോദ്യങ്ങൾ അവിടുന്ന് ഉണ്ടാവില്ലേ? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബായിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മൾ എന്താ പിച്ചള പിന്നെ വേണ്ടത്? നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയെന്നുള്ള വിവരം എല്ലാവരും അറിയട്ടെ. അറിഞ്ഞിട്ട് എന്താണ് ബായി ഫലം? പോലീസ് ഈ കേസിന്റെ പേരിൽ കിടന്ന് പരക്കം ബായി. പണം വിനായകനിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് പോലീസിനോട് പറയാനും കഴിയില്ല. പച്ചക്കറിക്കടക്കിന്നല്ല ഒരു ആവശ്യത്തിനും വിനിയോഗിക്കാൻ കഴിയാതെ ഈ പണം നമ്മുടെ കയ്യിൽ തന്നെ വെക്കേണ്ട അവസ്ഥ. പണം തിരികെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടിമണിപ്പങ്ങൾ എന്തായിരിക്കും പറയുക? നാളെ തന്നെ പച്ചക്കറി കടേന്റെ ഉദ്ഘാടനം നടത്തണം. അതിന് കഴിയോ ബായിക്ക്? പിച്ചളെ, എല്ലാം ശുഭമായി നടക്കുമെന്ന് ഊർജം തരുന്ന പിച്ചള എങ്ങനെ പിന്തിരിപ്പിക്കുന്ന വർത്താനം പറയരുത്. ബായിയെ ഞാൻ എപ്പോഴെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? പിന്നെ വരുന്നത് മുമ്പേ കാണണം. അതിന് ജ്ഞാനദൃഷ്ടിയൊന്നും വേണ്ട ബായി. ഒരല്പം വിവേകത്തോടെ വേണം ഏത് പ്രവൃത്തി. പിച്ചള ആശങ്കപ്പെടുന്നതുപോലെ വിനായകൻ എന്നുള്ള പേര് ഞാൻ വയലൂരിന് വീട്ടിൽ മിണ്ടുമെന്ന് തോന്നുന്നുണ്ടോ? പണം തിരികെ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാ, ഒരു ബംഗാളിയായ മോഷ്ടാവ പണം മോഷ്ടിച്ചതെന്നും പോലീസ് അയാളെ കൈയോടെ പിടികൂടി പണം നമ്മളെ ഏൽപ്പിച്ചെന്നും ഒരു കള്ളം അങ്ങ് പറയും. വിശ്വസിക്കോ ബായ്? അയ്യപ്പൻകുട്ടി സാറ് കേസിൽ ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ലഭിച്ചല്ലേ? കേസുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും അയ്യപ്പൻകുട്ടി സാറ് തന്നെ ഏറ്റൊന്നും പറയാം. അയ്യപ്പൻകുട്ടി സാറിന് അവർക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ആരും സംശയിക്കാനും പോണില്ല. അതെ പിച്ചളെ. ബായ്, വാക്കിലോ പ്രവൃത്തിയിലോ ഒരണുവിട തെറ്റിയ ഒക്കെ കൈവിട്ടു പോവും. അറിയാൻ പിച്ചളെ, വിനായകൻ എന്നൊരു പേര് മിണ്ടിപ്പോയാ അവരുടെ സംശയങ്ങൾ കൂടും. നമ്മുടെ കള്ളക്കളികളെല്ലാം പൊളിയും. ശിവാനിയെ വിനായകനിൽ നിന്നും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഒളിപ്പിച്ചു നിർത്താം. പക്ഷെ വയലോരം വീട്ടിൽ എൻ്റെ കുട്ടു, ബാലേട്ടൻ, സീതയെടുത്തി, അവർക്ക് മുമ്പിൽ എനിക്ക് ശിവാനിയെ പിന്നീട് ഒളിപ്പിക്കാൻ കഴിയുമെന്ന് വരില്ല. ശിവയുടെ അനിയത്തിയാണ് ശിവാനി എന്നറിയുമ്പോൾ എല്ലാം കൈവിട്ടു പോവില്ല പിച്ചളെ. അങ്ങനൊരു അപകടം സംഭവിക്കാതെ തന്നെ ഈ പണം വയലോരം വീട്ടിലേക്ക് എത്തണം. എല്ലാവരും കൂടി കൂടിയാലോചിക്കുമ്പോൾ പോംവഴി തെളിഞ്ഞു കിട്ടാതിരിക്കില്ല പിച്ചളെ. പണം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പിച്ചളയെ സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ബാലേട്ടൻ ഉൾപ്പെടെ എന്നെ കുറ്റം പറഞ്ഞില്ലേ? പിച്ചളയെ തന്നെയാണ് സംശയമെന്ന് പറഞ്ഞ ആ സിഐ വീണ്ടും വിളിപ്പിച്ചില്ലേ? ഇപ്പൊ എന്തു പറയുന്നു? അക്കാര്യം ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. സിജൻ എന്നെ അപ്പൊ തന്നെ വിളിച്ചിരുന്നു. പതിവ് ചോദ്യം ചെയ്യൽ തന്നെ ആയിരുന്നെന്ന്. പിച്ചളയെ സംശയിക്കത്തക്കതൊന്നും സിഐക്ക് കിട്ടിയിട്ടില്ല. പോരാത്തതിന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സിഐ കാണുകയും ചെയ്തിരുന്നു. പിച്ചള നിരപരാധിയാണെന്ന രീതിയിലാണ് സിഐയും പറഞ്ഞത്. പറഞ്ഞു തീർന്നില്ല, ആളിങ്ങെത്തിയല്ലോ. ബാലേട്ടാ, സീതയെടുത്തി, എല്ലാത്തിനും ഒരു തീരുമാനമായി. നമ്മുടെ നഷ്ടപ്പെട്ട പണമുണ്ടല്ലോ. അറിഞ്ഞു സിജ, അക്കാര്യം തന്നെയാ ഞാൻ സീതയോട് പറഞ്ഞുകൊണ്ടിരുന്നത്. കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ സിയെ കണ്ടിരുന്നു. എല്ലാം പറയുകയും ചെയ്തു. പിച്ചള നിരപരാധിയാണല്ലോ, സീതയ്ക്കും അതിപ്പോ ബോധ്യായി. അല്ല ബാലേട്ടാ, പണം അത് കിട്ടും സിജ. സിയെ അതിന്റെ പിറകെ തന്നെയുണ്ട്. ഇത്രയും ദിവസമായിട്ടും പോലീസിനൊരു തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ പൈസ കണ്ടെത്തുന്ന ബാലേട്ടൻ പറയുന്നത്? ഇല്ലാത്ത ഓരോരോ സംശയങ്ങൾ പറഞ്ഞ് നീയൊക്കെ തന്നെയല്ലേ അവരെ വഴിതെറ്റിച്ചത്. പോലീസ് നേർവഴിക്ക് പോയി പ്രതികളെ പിടിക്കട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ബാലേട്ടാ. സീതയെടുത്തിക്ക് വിഷമമായെന്ന് തോന്നുന്നു. ഈ സംഭവത്തിൽ പിച്ചളയുടെ പേര് ഏച്ചിട്ടാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയില്ലേ? ഇതോടെ അതങ്ങ് നിൽക്കട്ടെ. സിജ, അവിടെ കടയുടെ പണിക്ക് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സിജന്റെ ഒരു ശ്രദ്ധ ഉണ്ടാവണം അവിടെ. ഞാൻ ശ്രദ്ധിച്ചോളാം ബാലേട്ടാ. ശരി, ഞാൻ കടയിലോട്ട് ചെല്ലട്ടെ. ഇതെന്താ സിജ? ഏയ്, ഇതൊന്നുമില്ല ബാലേട്ടാ. ശരി. എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം ഒഴിവാക്കെന്ന് പറഞ്ഞു വന്നതാ.
അതിനും സമ്മതിക്കുന്നില്ല. ബാലേട്ടൻ സിയെ കണ്ടതാ പ്രശ്നമായത്. ഇനി എന്ത് ചെയ്യും? മനുഷ്യ എന്താ നോക്കുന്നേ? അല്ല ഞാനേ ഇതെല്ലാം കൂടി ഒന്ന് അടുക്കി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അടുക്കി വെക്കുന്ന ഒരാള്. മനുഷ്യൻ ഇവിടെ വരുന്നതും പോകുന്നതൊന്നും ആരും അറിയുന്നില്ല. ഞാനും കുഞ്ഞുമണി ഇവിടെ ഉണ്ടെന്നുള്ളൊരു വിചാരം പോലും ഇല്ല മനുഷ്യന്. എന്താ കുട്ടു ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളെക്കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് എനിക്ക് വിചാരമുള്ളത്? അതെനിക്ക് എങ്ങനെ അറിയാം? മനുഷ്യന്റെ ഉള്ളിലല്ലേ ഉള്ളത്. എൻ്റെ ഉള്ളിലുള്ളതാ ഞാനിപ്പോൾ പറഞ്ഞത്. എൻ്റെ ഉള്ളിൽ കുട്ടും കുഞ്ഞുമണിയാ ഉള്ളതെന്ന്. പിന്നെ 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 ആരാ? പിന്നെ ആരുമില്ല. പിന്നെ ആരും ഇല്ലാഞ്ഞിട്ടാണോ പിന്നെ എന്ന് പറഞ്ഞത്? അത് പിന്നെ ഞാൻ നമ്മുടെ ബാലേട്ടനെയും സീതേടത്തെയും കുട്ടാപ്പൂനെയും അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനെയും ഒക്കെയാ ഉദ്ദേശിച്ചത്. കുട്ടുവും കുഞ്ഞുമണിയും കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെയല്ലേ എനിക്കുള്ളത്. എന്താ ശരിയല്ലേ? അത് ശരിയാ. പിന്നെ മനസ്സിലാ ഈ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ പൈസ കിട്ടിയോ? കിട്ടില്ല കുട്ടു, കിട്ടിയിട്ടില്ല. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ. കിട്ടും. കിട്ടണം. കിട്ടിയില്ലെങ്കിലേ നല്ല ശിക്ഷ കൊടുക്കാൻ ഞാൻ മാടനപ്പൂപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അതിനിടയില് കുഞ്ഞേട്ടൻ കൊടുത്തു വെച്ച പൈസ കിട്ടിയല്ലോ. ഇനി നമുക്ക് വേഗം കട തുടങ്ങാലോ. തുടങ്ങാം. കുട്ടു സ്വപ്നം കണ്ടതുപോലെ എല്ലാം നടക്കും. ജീവിതമാവുമ്പോ വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയണം. ഇപ്പൊ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് സീതേടത്തിന്റെ പേരിൽ ലോൺ എടുത്ത പൈസ. മനുഷ്യൻ എന്താ പറഞ്ഞേ? വല്യച്ഛന്റെ പേരിൽ ലോൺ എടുത്ത പൈസയോ? അത് അല്ല, എന്റെ പേരിലല്ലേ ലോൺ എടുത്തേ. അപ്പൊ അത് എന്റെ പൈസയല്ലേ? അതെ, കുട്ടുവിന്റെ പേരിലെടുത്ത ലോൺ തന്നെയാ. കുട്ടുവിന്റെ പൈസ തന്നെയാ. പിന്നെ മനുഷ്യനിപ്പോ അങ്ങനെ പറഞ്ഞേ വല്യച്ഛന്റെ പേരിലെടുത്ത ലോണെന്ന്? അത് പിന്നെ മെമ്പറാണ് കാര്യങ്ങൾ ശരിയാക്കിയതെങ്കിലും സീതേടത്തിക്കും ആ ലോൺ ശരിയാക്കി എടുത്തതിൽ ഒരു റോളുണ്ട്. റോളോ? എന്ത് റോള്? അല്ല, അതായത് ആദ്യം ഒന്നും ലോൺ തരില്ല എന്ന് അവര് പറഞ്ഞില്ലേ. പിന്നെ ലോൺ തരാന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നോ, സീതേടത്തി പറഞ്ഞിട്ട്. അവിടെ ഇരിക്കുന്ന ഒരാളെ സീതേടത്തിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. രണ്ടാളും ഒന്നിച്ച് പഠിച്ചാണെന്ന്. ഓ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. അതെ കുട്ടു, ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ലോൺ കിട്ടിയ പൈസ പോയപ്പോ കുട്ടു എന്നെ ആശ്വസിപ്പിച്ചില്ലേ, എനിക്കൊരു ധൈര്യം തന്നില്ലേ. പൈസ പോയാ പോട്ടെ, മനസ്സിജൻ വിഷമിക്കരുത് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു പിൻബലം കിട്ടുമ്പോ ഏത് വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഞാനൊരു പിൻബലമായിട്ടും എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവണമെന്നല്ലേ? അതെ. അതുകൊണ്ടല്ലേ നമ്മുടെ പച്ചക്കറി കടയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ പച്ചക്കറി തോട്ടമൊക്കെ തുടങ്ങിയേക്കുന്നേ. ഓ, അന്ന് പൂക്കോടി മാമൻ കൊണ്ടുതന്ന വിത്തൊന്നും ശരിക്കും മുളച്ചില്ല. നല്ല പുതിയ വിത്ത് കൊണ്ടുവരാൻ പൂക്കോടി മാമനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടു കുട്ടു എന്ത് ചെയ്താലും അതിന്റെ കൂടെ ഞാനും ഉണ്ട്. വാ. അതാ. അല്ല ബായ്, വീട്ടിൽ പറയാതിരുന്ന അത് വേറെ പുലിവാലാവില്ല. പൈസ കിട്ടിയ കാര്യം വീട്ടിൽ പറയാനായില്ല പിച്ചളെ. വിവരങ്ങളെല്ലാം പറഞ്ഞ് പൈസ ഏൽപ്പിക്കാൻ കണക്കൂട്ടി തന്നെയാ ഞാൻ വീട്ടിൽ ചെന്നത്. പിന്നെ എന്ത് പറ്റി ബായ്? വഴിയിലെവിടെ വെച്ച് അയ്യപ്പക്കുട്ടി സാറിനെയും മുംതാസ് മാഡത്തെയും ബാലേട്ടൻ കണ്ടിരുന്നത്രേ. അപ്പോൾ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചെന്നു. പൈസ കാണാതായ കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യം ബാലേട്ടൻ എന്നോട് പറഞ്ഞപ്പോൾ അതേ പൈസ കിട്ടിയ കാര്യം ഞാനെങ്ങനെ പറയിപ്പിച്ചളേ. അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. എന്നിട്ടാ പൈസ എന്ത് ചെയ്തു? ഞാനത് മുറിയിലൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ബായുടെ മുറിയിലോ?
അത് ഒളിപ്പിച്ചു വയ്ക്കാൻ ഞാൻ പെട്ട പാട്. പെട്ടെന്ന് കുട്ടുകയറി വന്നു. എന്നിട്ട് കുത്തി കുത്തി ഓരോ ചോദ്യങ്ങളും. ഒരു വിധത്തിലാ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ടൂന്ന് തീർത്ത് പറയാനാവില്ല ബായ്. ആ പൈസ അവിടെ ഇരിക്കുന്നിടത്തോളം പ്രശ്ന. പിന്നെ ഞാൻ അതെന്ത് ചെയ്യും? അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസിലെ തൊണ്ടി മുതലായ പൈസ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവത്തല്ലേ ഉള്ളൂ. പല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകേണ്ടി വരും. വീട്ടുകാരോട് മാത്രമല്ല, പോലീസിനോടും. ദിവസം കഴിയുന്തോറും ഇതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ വിനായകൻ ഉണ്ടാക്കി വെച്ച ഓരോ പൊല്ലാപ്പ്. വിനായകന്റെ അതിബുദ്ധിയിൽ നമ്മൾ വീഴാൻ പാടില്ല പിച്ചളെ. അതൊക്കെ പറയാൻ എളുപ്പ. ആ പൈസ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. ഈ റബ്ബർ മരത്തില് കുരുമുളകും വെറ്റിലയും വളർത്തുന്ന ഒരു പദ്ധതി ആലോചിച്ചാലോ? അടുത്ത ഇലക്ഷൻ വരെ പിടിച്ചു നിൽക്കാനുള്ള കാശ് ഒപ്പിക്കാം. ഞാനേ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ആ പൈസ കേസ് എന്തായി? അതിൻ്റെ പേരിൽ പോലീസ് എന്നെയും പിടിച്ചൊന്ന് കുടഞ്ഞു. ഈ കൊച്ചളയുടെ കൂടെ പിള്ളാച്ചിയിലേക്ക് എന്തോ പറഞ്ഞേ? ഈ പിച്ചളയുടെ കൂടെ പൊള്ളാച്ചിയിലേക്ക് വരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചതാ ഞാൻ ചെയ്ത ഏക അപരാധം. ഇന്നത്തെ കാലത്ത് നല്ലതും ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിലായി. എന്നെ സംശയിച്ചു കളഞ്ഞില്ലയോ? ഞങ്ങൾക്കാർക്കും മെമ്പർ ഒരു സംശയമില്ല. അല്ല, അത് നിങ്ങളുടെ മാന്യത. പക്ഷേ പോലീസുകാര് ആ മാന്യത കാണിക്കണമെന്നില്ലല്ലോ. അത് വിട്ടേക്ക് മെമ്പറെ. വിടാൻ? പൈസ കിട്ടിയല്ലോ. പൈസ കിട്ടിയെന്നോ? അത് തട്ടിക്കൊണ്ടുപോയ പൈസ കിട്ടിയെന്നോ? കിട്ടിയെന്നല്ല, കിട്ടുമല്ലോ. എന്തായാലും ഈ കേസിൽ ആ വിനായകനെ നിങ്ങൾ സംശയിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ആ സംശയം അസ്ഥാനത്താ. ഈ വിനായകനെ ആള് ക്ലീനാ. അല്ല, ഒറ്റ നോട്ടത്തിലെ ആള് പെശകാണെന്നൊക്കെ തോന്നും. പക്ഷേ വിനായകൻ നല്ലൊരു മനുഷ്യനാണ്. പിച്ചളയെ ആക്രമിച്ച് പൈസ തട്ടിയെടുത്തത് ബംഗാളികളാകാനാണ് സാധ്യത. റൂട്ടിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ ചിന്തിക്കണം. ബംഗാളികൾ തന്നെയാവും പൈസ തട്ടിയെടുത്തത്. വെറുതെ ഊഹം പറയല്ല മെമ്പറെ. ഇത്തരം പരിപാടികൾ കൂടുതൽ ചെയ്യണത് മലയാളികളാ. എന്നിട്ട് ബംഗാളികളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. അടി കൊണ്ടത് ഞാനല്ലേ, എന്റെ കയ്യിൽ നിന്നല്ല പൈസ പോയത്. എനിക്ക് ഉറപ്പുണ്ട് അത് മലയാളികൾ തന്നെയാണെന്ന്. അയ്യോ, വല്ലാത്ത ബംഗാളി പ്രേമമാണല്ലോ. ശരി, നടക്കട്ടെ. അതെ, ഇവന് ബംഗാളിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓ എന്റെ പിച്ചള ഞാൻ പേടിച്ചുപോയി. പൈസ കിട്ടിയെന്ന് പിച്ചള പറഞ്ഞപ്പോ എല്ലാം പൊളിഞ്ഞു എന്ന് കരുതിയതാ. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. അറിയാതെ പെട്ടെന്ന് നാവുന്ന് അങ്ങനെ വീണു പോയി ബായ്. സാരല്ല പിച്ചളെ, ഉള്ളി കള്ളത്തരം ഇല്ലാത്തോണ്ടാ. പക്ഷെ ഇനി സൂക്ഷിക്കണം കേട്ടല്ലോ. അപ്പച്ചമ്മേ, ഇവിടെ എല്ലാവരുടെയും വിചാരം ഉത്തരവാദിത്തം ഇല്ലാത്തത് എനിക്കാണെന്നാ. എന്നാ ഇവിടെ ഉത്തരവാദിത്തം ഇല്ലാത്തത് ആർക്കാന്നറിയാവോ? എനിക്കാണോ? അപ്പച്ചമ്മയ്ക്കല്ല, മനുഷ്യന്. അതെന്ത് പറ്റി? ലോൺ എടുത്ത പൈസ കള്ളന്മാര് കൊണ്ടുപോയതിന് പകരമായിട്ട് കുഞ്ഞേട്ടൻ പൈസ കൊടുത്തയച്ചില്ലേ? അത് കിട്ടിയിട്ടും പച്ചക്കറി കട തുടങ്ങുന്നില്ലല്ലോ മനുഷ്യൻ. അത് കട തുടങ്ങാൻ അവിടുത്തെ പണിയൊന്നും തീർന്നില്ലല്ലോ മോളെ. പണിയോ? എന്ത് പണി? അകത്തൊന്നും ഇല്ലാത്ത കടമുറിയല്ലേ മോളെ കിട്ടിയത്. അവിടെ പച്ചക്കറികളൊക്കെ വയ്ക്കാനുള്ള തട്ടും മറ്റുമൊക്കെ പിടിപ്പിക്കണ്ടേ? ഓ, അങ്ങനാണോ? അപ്പൊ ആ പണി എപ്പോഴാ അപ്പച്ചമ്മ തീരാ? പണി നടന്നോണ്ടിരിക്കുകയല്ലേ, വേഗം തീരുമായിരിക്കും. മോളെ, നിനക്ക് വേണ്ടി ഞാനൊരു സംഗതി കൊണ്ടുവന്നു. താരാ മറന്നു. എന്താ? മുട്ടായിയാണോ? മിഠായി ഒക്കെ തിന്നേണ്ട പ്രായം കഴിഞ്ഞില്ലേ കുട്ടിമണി? മുട്ടായി തിന്നാൻ അങ്ങനെ പ്രായമൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ. ഒരു പ്രായവും ഇല്ല മോളെ. മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ എന്ത് എപ്പോഴും തിന്നാം. മനസ്സാണ് പ്രധാനം, അല്ലാതെ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. പ്രായം തടസ്സമല്ലെങ്കിലേ ഈ പറയുന്ന ആള് 2 കിലോമീറ്റർ ഒന്ന് ഓടി വന്നേ. ഓടണ്ട, നടന്നാലും മതി. ഞാനൊന്ന് കാണട്ടെ. അതിപ്പോ മുട്ടുവേദനയും കൊണ്ട് ഞാനിപ്പോ എങ്ങനെയാ? സമ്മതിച്ചല്ലോ. മുട്ടുവേദന കാരണം ഓടാനും നടക്കാനും പറ്റില്ലെന്ന്. അതെന്തിൻ്റെതാ? പ്രായത്തിന്റെ. അപ്പോ പ്രായം ഒരു ഘടകം തന്നെയാണ്. അതെ, രണ്ടാളും ഇങ്ങനെ അടികൂടാതെ കാവടിയച്ഛൻ എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നെന്ന് വെച്ചാ പറ. അത് പറയാൻ തുടങ്ങുമ്പോഴല്ലേ ഇടയ്ക്ക് കയറി വിഷയം മാറ്റിയത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നത് എന്താണെന്നറിയൂ? വിത്ത്
വിത്ത്. ഓ, ഇതാണോ വലിയ കാര്യമായിട്ട് പറഞ്ഞത്? ഇതെന്താ വലിയ കാര്യല്ലേ? സാധാരണ വിത്തല്ല ഇത്, നല്ല ഒന്നാം തരം നാടൻ വിത്താണ്. ഇതങ്ങോട്ട് വാങ്ങ. ആ, ജൈവവളം ചേർത്തിട്ട് വേണം ഇത് നടാൻ. ആ, ഈ ജൈവവളോ അതെന്താ, എവിടെ കിട്ടും? ഇവിടെ തന്നെ ഉണ്ടത്. ചാണകം, ചാരം, ഇലകൾ ഇവയൊക്കെയാണ് ജൈവവളങ്ങൾ. ജൈവവളം ചേർത്താൽ അതിനനുസരിച്ചുള്ള ഫലം കിട്ടും. കർഷകശ്രീ പട്ടം നേടാനുള്ളതാണ് നമുക്ക്, അത് മറക്കരുത്. മോളെ, ഇങ്ങനെ ജൈവവളം ചാണകം എന്നൊക്കെ പറഞ്ഞ ഒരു പോക്കങ്ങ് പോകും. പിന്നെ ചാണകത്തിന് വേണ്ടി ഞാൻ പായേണ്ടി വരും. എനിക്ക് വയ്യ. പറഞ്ഞ ആളിനോട് തന്നെ എല്ലാം കൊണ്ടുവരാൻ പറ. അതെ, കാവടേച്ചൻ കൊണ്ടുവരുമോ ജൈവവളം? അതിപ്പോ ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, കൊണ്ടുവരണം. മനസ്സിയാ കാവടേച്ചൻ കൊണ്ടുവന്ന വിത്ത് കണ്ടോ? എന്റെ കുട്ടിയുടെ ആവേശവും ഉത്സാഹവും കാണുമ്പോ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവില്ല. ഇനി എത്രയും വേഗം പച്ചക്കറി കട യാഥാർത്ഥ്യമായാ മതി. മനസ്സിയാ, പിന്നെ നമ്മുടെ കടയുടെ പണി നടന്നുകൊണ്ടിരിക്കാന്ന് അപ്പച്ചമ്മ പറഞ്ഞായിരുന്നു, അത് തീരാറായോ? അത് വേഗം തീരും. അവിടെ പോയിട്ടാ ഞാൻ വരുന്നത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനുഷ്യൻ നോക്കിക്കോണം, ഇവിടുത്തെ പച്ചക്കറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനും. നമ്മുടെ പച്ചക്കറി കൃഷി വലുതായി വരുമ്പോ പണിക്ക് വേറെ ആളുകളൊക്കെ വേണ്ടി വരും. ആവശ്യം വരുമ്പോ നമുക്ക് ബംഗാളികളെയൊക്കെ വിളിക്കാം. ഓ, അതൊന്നും വേണ്ട കാവടിയച്ചാ, ഇവിടെ നമ്മളൊക്കെ ഇല്ലേ, അതൊക്കെ മതി. മതിയെങ്കിൽ മതി, എല്ലാം മോള് പറയുന്ന പോലെ. ആ പൈസ തട്ടിക്കൊണ്ടുപോയ കേസ് ഇതുവരെയായി? വല്ല തുമ്പും കിട്ടിയോ? അത് ഒന്നും ആയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക പോലീസ്. അന്വേഷണം അങ്ങനെ അനന്തമായി നീളും, അവസാനം അത് തേഞ്ഞു മാനില്ലാതാവും. അയ്യോ, അപ്പൊ നമ്മുടെ പൈസ കിട്ടത്തില്ലേ മനസ്സിയാ? പൈസ കിട്ടും, കിട്ടാതെ എവിടെ പോനാ? പാവം, പൈസ നഷ്ടപ്പെട്ടതിന്റെ മനപ്രയാസത്തിലാണെന്ന് തോന്നുന്നു. അധികം അതിനെപ്പറ്റി ചോദിച്ച് വിഷമിപ്പിക്കരുത് കേട്ടോ. അല്ല, മനുഷ്യൻ എന്താ ഇവിടെ ചെയ്യുന്നത്? ഏയ് ഒന്നുമില്ല കേട്ടു, ഞാൻ വെറുതെ ഇവിടെ. അതൊന്നുമല്ല. അന്നൊരു ദിവസം ഇവിടെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നുണ്ടായിരുന്നു, എന്തോ ഉണ്ട് ഇവിടെ. കുട്ടു, ഇവിടെ എന്തുണ്ടാവാനാ? ഒന്നുമില്ല, ഞാൻ നോക്കട്ടെ. കുട്ടു, ഒന്നുമില്ലെന്നേ. ഒന്നും കാണുന്നില്ല. ഞാൻ പിടിച്ചോളാം. അത് പോട്ടെ, നാളെ നമുക്ക് പച്ചക്കറിയുടെ വിത്തൊക്കെ നടണം. മനുഷ്യനുണ്ടാവത്തില്ലേ? പിന്നെ ഞാനുണ്ടാവാതെ നമ്മളെല്ലാരും കൂടി വിത്തിടൽ ഒരു ഉത്സവമാക്കി മാറ്റും. പിന്നെ നമ്മൾ തുടങ്ങുന്ന പുതിയ കടയിലേക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ടുപോയാൽ മതി കേട്ടോ. അതങ്ങനെ ശരിയാവും കുട്ടു. വിത്ത് നട്ട് അത് മുളച്ചു വന്ന് പച്ചക്കറിയൊക്കെ പിടിച്ചു വരാൻ കുറെ സമയം എടുക്കില്ലേ? മാസങ്ങളാവും. എന്നിട്ട് തുടങ്ങിയാ മതിയോ കട? അത് വരാ, കട വേഗം തന്നെ തുടങ്ങണം. അതിനാ പച്ചക്കറികൾ മാർക്കറ്റിൽ നിന്ന് വരുത്തുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ എന്ത് ചെയ്യും മനുഷ്യ? എന്റെ കുട്ടു, അത് അപ്പോഴല്ലേ. ഇവിടുത്തെ പച്ചക്കറികളൊക്കെ ആയാൽ അത് നമ്മൾ കടയിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് കുറച്ചാ പോരെ? അത് മതി. ദേ, കുഞ്ഞുമണി കരയുന്നു, കുട്ടു അങ്ങോട്ട് ചെല്ലും. മനുഷ്യനും പോയി എടുക്കാമല്ലോ. ഈയിടെയായിട്ട് മനുഷ്യൻ കുഞ്ഞുനെ എടുക്കാറേ ഇല്ല. കുട്ടു എടുക്കാറൊക്കെ ഉണ്ട് കുട്ടു. പിന്നെ കുട്ടുവിനിപ്പോ എല്ലാത്തിനും സംശയമാണല്ലോ. ഞാൻ എന്റെ പക്വത കാണിക്കാൻ വേണ്ടി കൊറേ ദിവസമായിട്ട് മനുഷ്യനെ ശ്രദ്ധിച്ചോണ്ടേയിരിക്കുവാ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ കടമ ചെയ്യാൻ വരുമ്പോ മനുഷ്യനുണ്ടാവത്തേ ഇല്ല ഇവിടെ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കേറി വന്നിട്ട് എന്നെ വിളിക്കാതെ വേഗം ഇവിടെ വന്ന് എന്തൊക്കെയോ തപ്പുന്നു. കുഞ്ഞുമണിയെ നോക്കുന്നില്ല. അതെ, ഇങ്ങനെയൊക്കെ ആവുമ്പോ എനിക്ക് എന്തുമാത്രം വിഷമം വരുന്നുണ്ടെന്ന് അറിയാവോ? കുട്ടു,
എന്തിനെങ്ങനെ വേണ്ടാത്തൊക്കെ ചിന്തിക്കുന്നേ? നമ്മൾ പുതിയ കട തുടങ്ങാൻ പോവല്ലേ, അതിന്റെ ടെൻഷൻ അല്ലാതെ വേറൊന്നുമില്ല എനിക്ക്. കട തുടങ്ങുമ്പോൾ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നോക്കാനല്ലേ കുട്ടുവും കുഞ്ഞുമണിയല്ലാതെ വേറൊന്നും എൻ്റെ ജീവിതത്തിലില്ല, ഉണ്ടാവത്തുമില്ല. ഇനി കുഞ്ഞുമണി എടുക്കുന്നില്ല, നോക്കുന്നില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട. വാ, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോയി കുഞ്ഞുമണി എടുക്കാം. കുഞ്ഞുമണി അപ്പച്ചമ്മ ഉറക്കുക, ഞാൻ പോയി എടുത്തിട്ട് വരാം. ആരാ? ഞാനാ, ശിവയാ. ശിവണ്ണ, ശിവണ്ണ, വേണ്ട, എന്നോട് ചിരിക്കുകയും മിണ്ടും ഒന്നും വേണ്ട. ശിവണ്ണൻ എന്നെ കളഞ്ഞിട്ട് പോയില്ലേ? ഇങ്ങനൊരു പെങ്ങള് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നും പോലും അന്വേഷിക്കാൻ ശിവണ്ണന് തോന്നിയില്ലല്ലോ. ശിവണ്ണന്റെ മനസ്സിൽ ഈ അനിയത്തിക്കുട്ടി മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. എവിടെയായിരുന്നു ഇത്ര നാൾ ശിവണ്ണൻ? ഒക്കെ പറയാം. വാ, അകത്തേക്ക് വാ ശിവണ്ണ. ശിവണ്ണ, ശിവാനി, സിജന, ശിവണ്ണനെ ആരും തലക്കടിച്ച് വീഴ്ത്തി. ശിവാനി എന്തൊക്കെയായി പറയുന്നേ? ശിവയെ തലക്കടിച്ച് വീഴ്ത്തിന്നോ? ആര്? ഞാൻ സ്വപ്നം കണ്ടതാ. സ്വപ്നം കണ്ടതാണോ? മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സ്വപ്നമാണെങ്കിലും ശിവണ്ണൻ എന്തോ ആപത്ത് പറ്റിയതായി എന്റെ മനസ്സ് പറയുന്നു. വാതിൽ മുട്ടുകെട്ട് തുറന്നതാ ഞാൻ. അപ്പോ അതാ ശിവണ്ണൻ എന്റെ മുന്നിൽ നിൽക്കുന്നു. എന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും പെട്ടെന്നാരോ ശിവണ്ണനെ തലക്കടിച്ച് വീഴ്ത്തി. ശിവാനി, അത് സ്വപ്നമല്ലേ? ശിവയ്ക്കൊന്നും സംഭവിക്കത്തില്ല. ഒരു സമാധാനവും ഇല്ല സിജണ്ണ, എനിക്ക് പേടിയാവുന്നു. സിജണ്ണൻ ഇങ്ങോട്ടേക്കൊന്ന് വരുമോ? ഇപ്പോഴെങ്ങനെയാ വരിക? ഒരു പേടിയും വേണ്ട, ശിവാനി ഇവിടെ തുടങ്ങിക്കോ. ശിവാനി, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കിടക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അതങ്ങ് മറന്നേക്ക്, എന്നിട്ട് കിടന്നുറങ്ങുക കേട്ടോ. മനുഷ്യൻ ആരോടാ ഫോണിൽ സംസാരിച്ച? അത് പിന്നെ പിച്ചള തന്നെയായിരുന്നു കുട്ടു. ആണോ? ആ, അതെ. പക്ഷെ എനിക്ക് ആകെ പേടി തോന്നുന്നു മനുഷ്യ. എന്തിന്? ഞാനിവിടെ ഉള്ളപ്പോ എന്റെ കുട്ടു എന്തിനാ പേടിക്കുന്നേ? മനുഷ്യനെ എനിക്ക് നഷ്ടപ്പെടുന്ന പോലൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. എന്താ കുട്ടു, എങ്ങനെയുള്ള സ്വപ്നങ്ങളാ കുട്ടു കാണുന്നേ? നമ്മളുണ്ടാക്കിയ പച്ചക്കറിയൊക്കെ ആരോ നശിപ്പിച്ചു. പിന്നെ മനുഷ്യനെ കാണാതാവുന്നു.
അങ്ങനെയൊന്നും സംഭവിക്കില്ല കുട്ടു. ഞാനെപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ, പിന്നെങ്ങനെയാ എന്നെ കാണാതാവുന്നേ? അതുപോലെ കുട്ടുവിൻ്റെ പച്ചക്കറി കൃഷി നമ്മളെല്ലാവരും കൂടി ഒരു മഹാസംഭവമാക്കി മാറ്റും. ഇതൊക്കെ പറയും, പിന്നെ മനുഷ്യനെ കാണില്ല, ഒറ്റ പോക്ക. എങ്ങോട്ടേക്കാ മനുഷ്യനീ പോകുന്നേ? ഞാൻ നമ്മുടെയൊക്കെ കാര്യത്തിന് വേണ്ടി തന്നെയാ. അതൊന്നുമല്ല, മനുഷ്യൻ എന്തൊക്കെ ഒളിക്കുന്നു. ഇല്ല കുട്ടു, ഞാനൊന്നും വിളിക്കുന്നില്ല. മനുഷ്യ, എനിക്ക് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എവിടേക്കെങ്കിലും പോയാ പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല, പറഞ്ഞേക്കാം. എന്താ കുട്ടു ഇങ്ങനെയൊക്കെ? എനിക്കും എൻ്റെ കുട്ടു അല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? എൻ്റെ കുട്ടുവിനെയും കുഞ്ഞുമണിയെയും ഈ വീടും വിട്ട് ഞാൻ എവിടെ പോവാനാ? എവിടെയും പോവില്ല. ഞാൻ എന്നും ഉണ്ടാവും ഒപ്പം. ഇനി എൻ്റെ കുട്ടു ഉറങ്ങി കിടന്നു. ശിവയെ തലക്കടിച്ച് വീഴ്ത്തിയെന്ന് ശിവാനി സ്വപ്നം കണ്ടുന്നോ? ബായ് എന്തൊക്കെയായി പറയണ? ശിവാനി ഇത് വിളിച്ചു പറഞ്ഞത് മുതൽ എൻ്റെ വിറയിൽ മാറിയിട്ടില്ല പിച്ചളെ. എന്തോ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ശിവാനി കണ്ടത് മുന്നിൽ നിൽക്കുന്ന ശിവയെ. പെട്ടെന്നാരും തലക്കടിച്ച് വീഴ്ത്തിയത്രേ. ഇതൊക്കെ പറഞ്ഞ് കരച്ചിലോട് കരച്ചിലായിരുന്നു ശിവാനി. ഒരു വിധത്തിലാ ഞാൻ സമാധാനിപ്പിച്ചത്. പേടിപ്പിക്കുന്ന സംഭവങ്ങളാണല്ലോ ബായ് നടക്കുന്നത്. നടന്ന കാര്യം അതേപടി സ്വപ്നം കാണുകയെന്ന് വെച്ചാൽ അത് സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ ശിവാനി എന്തു പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കും? ശിവാനിയുടെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാവുന്നു പിച്ചളെ. ശിവാനിയുടെ കരച്ചിലിനും ചോദ്യങ്ങൾക്കൊപ്പം വീട്ടിൽ കുട്ടുവിൻ്റെ വക വേറെ ചോദ്യങ്ങളും. ശിവാനി ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ കുട്ടു അറിഞ്ഞിരുന്നു പിച്ചളുടെ പേര് പറഞ്ഞാൽ തടിയൂരിയത്. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനായി ഞാൻ പിച്ചളുടെ പേരാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല ബായ്. പേര് മാത്രമല്ല, എന്നെ തന്നെ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. പിച്ചളുടെ പേര് പറഞ്ഞിട്ടും കുട്ടു പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാത്തതുപോലെയാ. എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കാരുമില്ലെന്ന് കുട്ടു പറഞ്ഞപ്പോൾ ഞാനാകെ ഒരുങ്ങിപ്പോയി പിച്ചളെ. അങ്ങനെ ഒരുകാൻ ബായ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റല്ലേ പിച്ചളെ? അതുകൊണ്ടാണ് ഇക്കാര്യം വീട്ടിൽ അറിയിച്ചൂടെ എന്ന് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ അറിയിക്കും? ശിവാനി ആരെന്ന് പറയും? ശിവ എന്ന പേര് പോലും വീട്ടിൽ ഉച്ചരിക്കാൻ പറ്റില്ല. അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. മനസ്സിലാക്കുമായിരുന്നെങ്കിൽ അന്നേ ഞാൻ ശിവാനിയെ വയലൂരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലായിരുന്നോ? അയ്യപ്പൻകുട്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ പൈസ പോയ കേസിലുൾപ്പെടെ നമുക്ക് ഗുണങ്ങളുണ്ടായേനെ. കറക്റ്റ് സമയത്ത് തന്നെ സാറ് കേസ് അന്വേഷിക്കാൻ ദൂരസ്ഥലത്തേക്ക് പോയി. എന്നാലും തിരിച്ചു വരുമല്ലോ അയ്യപ്പൻകുട്ടി സാറ്. അപ്പോഴേക്കും നമ്മൾ ശ്വാസം മുട്ടിയൊരു പരുവായി കാണിപ്പിച്ചല്ലേ. ശിവാനിയുടെ മുന്നിൽ പോകുന്നത് ഓർക്കുമ്പോൾ ഇപ്പം തന്നെ ശ്വാസം മുട്ടുക. അവിടെ ചെന്ന സൂചി മുനുപോലെ ചില ചോദ്യങ്ങൾ വരും. എന്ന് വെച്ച് പോവാതിരിക്കാൻ പറ്റുമോ ബായ്? പോവാതിരിക്കാൻ പറ്റില്ല പിച്ചളെ. ആരാ? മോളെ മതി. അയ്യോ, എന്റെ മോളിത് എവിടെ പോയി? മതി മോളെ. മോളെ എഴുന്നേക്ക്.
പറ്റിയേ? മോളെ കണ്ണു തുറക്കും മോളെ. മോളെ അയ്യോ. മോളെ മോളെ അച്ഛാ പോലെ അച്ഛാ. മോളെ ആരാ വന്നത്? ആരാ വന്നതെന്ന്? ആര്? മോളെ നീ അകത്ത് കടന്നതല്ലേ? നീ എങ്ങനെ ഇവിടെ എത്തിയത്? ആ അതോ, അത് എന്റെ അച്ഛനെ. എന്റെ അച്ഛനാ എന്റെ മുറിയിൽ വന്നത്. അച്ഛനെ എന്നെ കൊണ്ട് ഉത്സവം കാണാൻ ഇറങ്ങിയതാ. മാനത്തേക്ക് നോക്കിക്കോ, ഇപ്പം കമ്പിത്തിരി പൊട്ടും. മോളെ ഒരു കറുത്ത രൂപം എന്റെ പിന്നിൽ വന്നു. എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതാരായിരുന്നു മോളെ? അതോ, പറ. അങ്ങനൊരു രൂപ ഞാനും കണ്ടായിരുന്നു. ഇപ്പോഴും ആ രൂപം ഇവിടെ തന്നെ ഉണ്ട്. ഇത് നോക്കിക്കേ, അവിടെ നിന്റെ നിഴല് കണ്ടോ? ഇതല്ലേ നീ കണ്ടത്? നിന്നെ കണ്ടാലും നിന്റെ നിഴല് കണ്ടാലും ഞാൻ പേടിക്കൂല. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആരെയും പേടിക്കണ്ടെന്ന്. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. എനിക്കെന്റെ ജീവനാ വലുത്. എന്നെയും മോളെയും കൊല്ലാൻ വേണ്ടി തന്നെ അവൻ വന്നത്. ആര്? ഒരജ്ഞാതൻ. അവൻ എന്റെ പിന്നിൽ വന്നു, കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. ആ നിമിഷം ഞാൻ എന്റെ മരണം മുന്നിൽ കണ്ടു. സർവശക്തിയും എടുത്ത് കുതറി മാറിയപ്പോ അവൻ ഓടി ഇരുട്ടിലേക്ക് മറഞ്ഞു. എന്റെ മോളെയും അവൻ ആക്രമിച്ചു. ബോധം പോയ നിലയിലായിരുന്നു അവള്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ വീട്ടിൽ തങ്ങുന്ന ഒരു രാത്രികളിലും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ നിന്റെ തോന്നലുകളാകാൻ സാധ്യത. തോന്നലുകളോ? ഇന്നലെ രാത്രി ആ അജ്ഞാതന്റെ കൈകൊണ്ട് ഞാനും മോളും ഇവിടെ മരിച്ചു കിടന്നെങ്കിലോ? അപ്പോഴും നിങ്ങൾ പറയുമായിരുന്നോ ഈ ഒരു വർത്തമാനം? തോന്നലുകളാണ് പോലും. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കാത്തത്. നിങ്ങളുടെ പുന്നാര മോളോടൊന്ന് ചോദിച്ചു നോക്ക്, ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ഭ്രാന്ത് പിടിച്ച മനസ്സാണെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വാക്ക് അവളുടെ വായിന്ന് വീഴാതിരിക്കില്ല. അച്ഛാ, മോളെ ഈ ചോക്ലേറ്റിനെ അച്ഛന്റെ മധുര കഴിച്ചോ. അവളുടെ വട്ട് കേട്ടോണ്ട് നിൽക്കാതെ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. മോളെ എന്താ വെച്ചാ? ഇന്നലെ രാത്രി എന്റെ മോള് ശരിക്കും ഉറങ്ങിയോ? അച്ഛൻ ഉറങ്ങിയോ? പിന്നെ ഉറക്കത്തിനിടയിൽ മോൾ എന്തെങ്കിലും കണ്ട് പേടിച്ചിരുന്നോ? ഈ പിശാച് മുന്നിൽ വരുമ്പോ മാത്രമേ എനിക്ക് പേടിയുള്ളൂ അച്ഛാ. ഈ രാക്ഷസി മുട്ട നിഴലും കൊണ്ടാ വരുന്നേ. ഇവളുടെ ബോധം പോയത് എങ്ങനെയാണെന്ന് ചോദിക്കും നിങ്ങള്. മോളെ ഇന്നലെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ആര്? കൊതുക്. മുട്ട 4 കൊതുക്. എല്ലാത്തിനെയും ആടിച്ചടിച്ച് കൊല്ലും ചെയ്തച്ചാ. മോളെ ഇന്നലെ രാത്രി അമ്മയില്ലാതെ മറ്റാരെങ്കിലും മോൾ ഇവിടെ കണ്ടായിരുന്നോ? മോളെ, മുഖം മറച്ച അജ്ഞാതനായ ഒരാൾ, അങ്ങനെ ഒരാൾ മോളുടെ മുറിയിലേക്ക് വന്നില്ലേ? നിന്നെ അയാൾ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഒന്ന് ഓർത്തു നോക്ക് മോളെ. ഇന്നലെ രാത്രിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? എന്റെ മുറിയിലേക്ക് ഞാൻ മാത്രല്ലേ കയറി വരൂ, അല്ലേ അച്ഛാ? ഈ രാക്ഷസിക്ക് ഒന്നും അറിയത്തില്ല. എടി, നിന്നെ പിന്നെ ആരെ പുറത്തെ മുറി കൊണ്ടുവന്ന് കിടത്തിയത്? നീ പറന്നു വന്നതാണോ? ബോധം കെട്ട് കിടന്ന നിന്നെ വെള്ളം കളിച്ച് ഞാനല്ലേ ഉണർത്തിയത്? നിന്റെ ഈ പിച്ചലാട്ടും ഭ്രാന്തും ഒക്കെ കണ്ടു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവളെയും പുഞ്ഞാരിച്ചുകൊണ്ട് ഞാനിവിടെ നിന്നാ വല്ല റിപ്പറുകളുടെയോ മോഷ്ടാക്കളുടെയോ കൈകൊണ്ട് തീരേണ്ടി വരും. എനിക്ക് എന്റെ ജീവനാ വലുത്. ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യായി. ഭ്രാന്ത് എന്റെ മോൾക്കല്ല, നിനക്കാ. വന്ന് കേറിയത് മുതൽ ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സമതല തെറ്റിയവളെ പോലെയാ നീ ഇത്രയും നേരം എന്റെ മുന്നിൽ പെരുമാറിയത്. എനിക്കൊരു ഭ്രാന്തുമില്ല. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക്. നീ എന്ത് പറഞ്ഞാലും അത് കണ്ണുടച്ച് വിശ്വസിക്കാൻ എന്നെ കൊണ്ടാവില്ല.
നീ ഇപ്പൊ കളിക്കുന്ന പൊറോട്ട നാടകം എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. എന്റെ മോളെയും കൊണ്ട് നിനക്ക് ഇവിടുന്ന് പോകണം, നിന്റെ മാണിക്യമംഗലത്തേക്ക്. അതല്ലേ നിനക്ക് വേണ്ടത്? അവിടേക്കല്ലാതെ പിന്നെ എവിടേക്കാ ഞാൻ പോകേണ്ടത്? നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല ജലജ. ജീവൻ എന്ത് ഭീഷണി ഉണ്ടെങ്കിലും നീ എന്റെ മകളെ നോക്കി ഈ വീട്ടിൽ തന്നെ കഴിയും. ഞാനൊരു സത്യം പറഞ്ഞു, നിങ്ങൾക്കത് വിശ്വസിക്കാൻ വയ്യ. നീ സത്യം പറയാനോ? അസത്യവും നുണയും പറഞ്ഞ് തഴമ്പിച്ച നിന്റെ ഈ നാവിന് ഒരിക്കലും ഒരു സത്യവും വെളിപ്പെടുത്താൻ കഴിയില്ല. അതിന് ആദ്യം നീ ഒരു മനുഷ്യ സ്ത്രീയായി മാറണം. വേഷം കൊണ്ടല്ല, ഹൃദയം കൊണ്ട് നീ ഒരു പെണ്ണാണെന്ന് തിരിച്ചറിവ് നേടണം. നീ വാ മോളെ, വാ. ഭ്രാന്ത് നിങ്ങൾക്കാ? മോളിൽ നിന്ന് അച്ഛനിലേക്ക് പകർച്ചവ്യാധി പോലെ ഭ്രാന്തി കയറി പിടിച്ചിരിക്കുക. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. ആരാ? ഞാനാ ശിവാനി, സിജണ്ണൻ. സിജണ്ണ, എന്റെ ശിവണ്ണൻ. ഒരു സ്വപ്നം കണ്ടതിന് ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ശിവാനി? ശിവാനിയെ കുറിച്ച് മനസ്സുജമ്പായി പറഞ്ഞതൊക്കെ വീരകഥകളാണല്ലോ. ആരെയും കൂസാക്കാതെ ആരുടെ മുന്നിലും തലയുയർത്തി നിൽക്കുന്നൊക്കെ ആ ശിവാനി തന്നെയാണോ അത്? അന്നെന്റെ ഇടവും വലവും സിജണ്ണനും ശിവണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു. സിജണ്ണൻ ഇങ്ങോട്ട് വന്നപ്പോ ശിവണ്ണനും ഉണ്ടായിരുന്നു. ഇപ്പോ ഞാനില്ലേ? ഉണ്ട്, സിജണ്ണൻ ഉണ്ട് എനിക്ക്. പക്ഷെ ഞാൻ കണ്ട സ്വപ്നം. ശിവാനി, ഏതു നേരവും ശിവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നിന്റേത്. അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നത്. ഇല്ല സിജണ്ണ, ഇത് സ്വപ്നമായി കാണാൻ എനിക്ക് കഴിയില്ല. എന്തോ ഒരു അപകടം ഉള്ളതുപോലെ. എന്തപകടം? ഒന്നുകിൽ ശിവണ്ണൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ശിവണ്ണന് ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പോകുന്നു. ശിവാനി, ഇങ്ങനെ ആദ്യ കേട്ടല്ലേ, ശിവയ്ക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ സിജണ്ണ, സ്വപ്നത്തിൽ കണ്ട പോലെ എന്റെ ശിവണ്ണൻ എന്തെങ്കിലും. കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കുന്ന ശിവാനിയോട് ആരാ പറഞ്ഞത്? എന്റെ ഊരിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പാട്ടി പറഞ്ഞിട്ടുമുണ്ട്. പാതി മുറിഞ്ഞ ചില സ്വപ്നങ്ങൾ നടന്നതോ നടക്കാൻ പോകുന്നതോ ആയിരിക്കുമെന്ന്. അപ്പൊ ആ വിശ്വാസാണ് ബായ് ശിവാനിയുടെ പ്രശ്നം. ശിവാനി, അത് പാട്ടിയുടെയും ആ ഊരിലെയും വിശ്വാസം. ഇവിടെ അങ്ങനല്ല, ഇത് കേരളല്ലേ. ഊര് മാറുമ്പോ വിശ്വാസങ്ങളും മാറും, അല്ല ബായ്? എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ടാളും നടത്തുന്നതെന്ന് എനിക്കറിയാം. ആശ്വസിപ്പിക്കുന്നു കാണണ്ട, ഒരു ബോധവൽക്കരണമായി കണ്ടാൽ മതി. ഒരേ ആചാരത്തിന്റെ കാര്യം തന്നെ എടുക്ക്. ശിവാനിയുടെ ഊരിലും ഇവിടെ അതിന് വളരെ വലിയ വ്യത്യാസം കാണില്ലേ, അല്ല ബായ്? അതെ ശിവാനി, ഒരു ദുസ്വപ്നം കണ്ടതിന്റെ പേരിൽ മനസ്സിങ്ങനെ കൈവിട്ടു പോകരുത്. ഇത്ര ദുർബലയായിരുന്നൊരു ശിവാനി ആയിരുന്നില്ലല്ലോ പണ്ട്. ദേ കണ്ടോ, ആശ്വസിപ്പിക്കും തോറും ശിവാനിക്ക് ധൈര്യം നഷ്ടപ്പെടുക. ശിവണ്ണൻ കൂടെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് ഒന്നിനെ പേടിയില്ലായിരുന്നു സിജണ്ണ. ശിവണ്ണൻ പോയത് പിന്നെ തനിച്ചായിരുന്നൊരു തോന്നലുണ്ടായി. വിനായകൻ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതോടെ ആ പേടി കൂടിക്കൂടി വരികയായിരുന്നു സിജണ്ണ. ദേ നോക്ക്, ഇപ്പൊ ശിവാനി നിൽക്കുന്നത് ഈ സിജണ്ണന്റെ കൈത്താങ്ങില. ഒരു ദുസ്വപ്നം കൊണ്ടുപോലും എന്റെ അനിയത്തിക്കുട്ടിയുടെ മുഖത്ത് പേടി നിഴലിക്കുന്നത് കണ്ട ഈ സിജണ്ണൻ സഹിക്കില്ല. ദേ ഇപ്പൊ ശിവാനി ഒരു കല്യാണ പെണ്ണ. ചിന്തിക്കാൻ എത്രയോ നല്ല കാര്യങ്ങൾ മുന്നിലുണ്ട്. നല്ല നല്ല സങ്കല്പങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായി ഈ സമയമൊക്കെ മാറ്റിവെക്കല്ലേ വേണ്ടത്. ദേ പിച്ചള മുന്നിൽ നിൽക്കുകയല്ലേ. ഇനി നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതായിക്കോ, ഞാനങ്ങ് മാറിത്തരാം. ബായ്, എന്റെ ബായി, എനിക്കൊന്നും പറയാനില്ലേ. തനിച്ച് നിന്ന് ശിവാനിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ? അനിയത്തി കുട്ടീന്നും വിളിച്ച് ശിവാനിക്കൊപ്പം ദേ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ നിൽക്കണ ബായിന്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതിയേ. അത് കൊള്ളാലോ പിച്ചളെ. അപ്പോ രണ്ടാളും എന്നെ എന്റെ കുട്ടൂനൊപ്പം ജീവിക്കാൻ അനുവദിക്കില്ലല്ലേ എന്ന് ഞാൻ പറഞ്ഞോ ബായ്? വിവാഹം കഴിയുമ്പം ബായിക്ക് ഒരു ആങ്ങളാന്നുള്ള നിലയിലുള്ള വലിയൊരു ഉത്തരവാദിത്വം കുറയും. പക്ഷേ എന്റെ ഉറക്കം പോണ ലക്ഷണാണ് കണ്ടുവരുന്നത്. അതെന്താ പിച്ചളെ, പിച്ചളെ എന്തിനാ ഉറക്കം കഴിയുന്നേ?
ആഹാ, എന്റെ അനിയത്തിക്കുട്ടി ഇയാൾക്കൊരു ഭാരമായി അല്ലേ? ആ ഒരു അർത്ഥവും അതിന് കൊടുക്കണ്ട ബായ്. എന്റെ ബായ്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനൊക്കെ പേടിച്ച് വരയ്ക്കുന്ന ആള് നാളെ ചുവരിലെ പല്ലിയെയും പാറ്റയെയും കണ്ട് എന്റെ ഉറക്കം കെടുത്തില്ലേന്നാ. ആണോ? എന്റെ അനിയത്തിക്കുട്ടിയെ പിച്ചള അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട അല്ലേ? ആ, ചാൻസി റാണിയെ പോലെ മനക്കരുത്തും ചങ്കുറപ്പുള്ള പെണ്ണായിരിക്കും എന്റെ അനിയത്തിക്കുട്ടി അല്ലേ? ആ, അപ്പോഴേ എന്തെങ്കിലും വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ പറ. ഇല്ല സിജന, ഒന്നും വാങ്ങാനില്ല, എല്ലാം ഉണ്ട് ഇവിടെ. ആ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പച്ചമ്മേ, എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. എന്റെ കുഞ്ഞുമണിയുടെ ചോറൂണ് നടത്തുന്നുണ്ടോ ഇല്ലയോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ? പിന്നെന്താ കുഞ്ഞുമണിയുടെ ചോറൂണ് നടത്താത്തെ? കുഞ്ഞുമണിയുടെ മാത്രമല്ലല്ലോ, കുട്ടാപ്പൂവിന്റെയും ചോറൂണ് നടത്തണ്ടേ? ആ, നടത്തണം. അതെന്താ നടത്താത്തെന്നാ ഞാൻ ചോദിക്കുന്നേ. ഒരിക്കൽ പറഞ്ഞു ഗുരുവായൂര് പോയി ചോറൂണ് നടത്തണമെന്ന്. പിന്നെ ആരും അതിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അത് പിന്നെ മോളെ, ദൂരയാത്ര പാടില്ല എന്നും മോശ സമയമാണെന്നും ജോത്സ്യര് പറഞ്ഞതുകൊണ്ടല്ലേ ഗുരുവായൂർ വെച്ച് വേണ്ടാന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇനി ചോറൂണ് നടത്തുന്നേ ഇല്ലേ? നടത്താതെ പിന്നെ നടത്തണം. ആ, എന്നാ പിന്നെ വേഗം അങ്ങോട്ട് നടത്ത്. കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെ മുമ്പിൽ വെച്ച് നമ്മൾ മാത്രം ഇങ്ങനെ തിന്നോണ്ടിരുന്ന കൊതി പിടിക്കത്തില്ല അപ്പച്ചമ്മേ. കൊതി പിടിച്ച വയറുവേദന വരത്തില്ലേ? അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്, വേഗം തന്നെ അങ്ങ് ചോറൂണ് നടത്തണോന്ന്. ഓ, മനുഷ്യനിപ്പോ വേറെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഓടി നടക്കുമല്ലേ. അങ്ങനെയൊന്നും അല്ല മോളെ, പച്ചക്കറിക്കട തുടങ്ങാനിരുന്ന പൈസ പോയതിന്റെ പിറകെ ഓടി നടക്കുകയാണ് മനസ്സിജൻ. ആ പൈസ എനിക്ക് കിട്ടത്തില്ല അപ്പച്ചമ്മേ. കിട്ടാതിരിക്കില്ല. ആരെയും പറ്റിച്ചുണ്ടാക്കിയ പൈസ അല്ല അതെന്ന് ദൈവത്തിനറിയാം. ദൈവം തന്നെ അത് തിരികെ എത്തിക്കും. കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂവിന്റെയും ചോറൂണിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യമില്ല. അത് ഇവിടെ വെച്ച് തന്നെ നടത്തുമെന്നാ തോന്നുന്നത്. ഇവിടെ വെച്ചോ? അതെ, ഈശ്വരന്മാരുടെ തീരുമാനം അങ്ങനെ ആയിരിക്കും. പിന്നെ ശാരദയുടെയും അച്യുതന്റെയും അനുഗ്രഹവും. അതിനപ്പുറം എന്താ വേണ്ടത്? എന്നാ ഇവിടെ തന്നെ മതി. ഓ, അപ്പൊ പിന്നെ ദൂരെ എങ്ങും പോകണ്ടല്ലോ. ഓ, ചോറൂണ് നടത്തിയിട്ട് വേണം കുഞ്ഞുമണിക്ക് ചോറ് വാരി കൊടുക്കാൻ. ഓ, കുഞ്ഞുമണി ചോറ് തിന്നുന്നതാണ് നല്ല രസമായിരിക്കും അല്ലേ? ഓ, എനിക്ക് വയ്യ. അച്യുതാ, ശാരദേ, കുട്ടിമണിയുടെ സന്തോഷം കണ്ടോ? കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂവിന്റെയും ചോറൂണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുക. എല്ലാ അനുഗ്രഹവും ഉണ്ടാവണം. പിച്ചളേ, ഈ വീട്ടിലേക്ക് എപ്പോൾ വന്ന് കയറിയാലും ശിവയെക്കുറിച്ച് പറയാനേ ശിവാനിക്ക് നേരമുള്ളൂ. സത്യം പറഞ്ഞാൽ തല പെരുക്കുന്നുണ്ട്. കല്യാണം വരെ ബായി ഒന്ന് ക്ഷമിക്ക്. പിന്നെ ശിവയെക്കുറിച്ചൊരു അന്വേഷണം ശിവാനിയിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചാ പോരെ? എനിക്കങ്ങനെ തോന്നുന്നില്ല പിച്ചളേ. ശിവയെ കാണണമെന്നുള്ള ശിവാനിയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാനും കഴിഞ്ഞെന്ന് വരില്ല. ഇല്ല ബായ്, കല്യാണം കഴിയുന്നതോടെ ഏതൊരു പെണ്ണിനും അവളുടെ പുരുഷനാണ് വലുത്. ശിവയെ അവൾ മറക്കും. ശിവയെ മറന്നോട്ടെ, പക്ഷെ ബാഹ്യെ മറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബായ്, വിനായകൻ അയാൾ ഈ സ്ഥലം മനസ്സിലാക്കി കാണൂ. ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ ഒരു വീടുള്ളതായിട്ട് അറിയാവോ? അത് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ആ, പിടി കിട്ടി. അങ്ങോട്ട് പോയാൽ മതി, ആ ഭാഗത്ത്. ആരാ? ശിവാനി, വാതിലോർക്ക്, ഇത് ഞങ്ങളാ. എന്താ സുജന? ഒന്നുമില്ല. അത് പിന്നെ ആര് വന്ന് തട്ടിയാലും വാതിൽ തുറക്കരുത്. അകത്താളുണ്ടെന്നുള്ളൊരു സൂചന പോലും കൊടുക്കരുത്. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പെട്ടെന്ന് ബായിന്റെ മനസ്സിന് അങ്ങനെ ഒരു അലട്ടല് തോന്നി. ആളനക്കം കേട്ടാലോ വാതിൽ മുട്ടൽ കേട്ടാലോ തുറക്കണ്ട, ഞങ്ങള് വിളിക്കും, അപ്പ തുറന്നാ മതി. കഥ കടച്ചോ. ഭാവിച്ചോ.
Yeah.